വചനജായ 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 വചനജായ. യേശുവിൽ വാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചത്തെ വചന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ വായനയെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ വായിക്കുന്നത്. യോനാ പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരൊറ്റ ഇരിപ്പിൽ തന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ 3 പേജുകളിൽ താഴെ മാത്രമേ ഈ പുസ്തകം ഉള്ളൂ. 4 അധ്യായങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ യോനാ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുകയാണ്. എഴുന്നേറ്റ് നിനവേ നഗരത്തിലേക്ക് പോയി അവിടെ പ്രസംഗിക്കുക. സാധാരണ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വായിക്കുന്നത് അവൻ എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി എന്നാണ്. പക്ഷേ യോനാ പ്രവാചകൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. യോനാ പ്രവാചകൻ നേരെ പോകുന്നത് താർസിസിലേക്കാണ്. യോപ്പായിൽ ചെന്ന് താർസിസിലേക്ക് കപ്പൽ കയറുകയാണ്. നിനവേ കിഴക്ക് വശത്തുള്ള ഒരു പട്ടണമാണ്. താർസിസ് ആകട്ടെ പടിഞ്ഞാറ് വശത്തുള്ള പട്ടണമാണ്. നിനവയിലേക്ക് യോപ്പായിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പക്ഷേ താർസിസിലേക്ക് 2500 കിലോമീറ്റർ ഉണ്ട്. യോനാ തിരഞ്ഞെടുക്കുന്നത് ഈ 2500 കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറ് വശത്തേക്കാണ് പോകുന്നത്. നിനവേ കിഴക്ക് വശത്താണെങ്കിൽ താർസിസ് പടിഞ്ഞാറ് വശത്തേക്കാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് യോനാ ഈ താർസിസ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല, ദൈവസന്നിധിയിൽ നിന്ന് തനിക്ക് ഒളിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചാണ് യോന താർസിസിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് യോനാ പ്രവാചകൻ നിനവയിലേക്ക് പോകാതിരുന്നത്? അവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കൂട്ടാക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നിനവേ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. ഒരു മഹാനഗരമായിരുന്നു, വലിയ പട്ടണമായിരുന്നു. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമായിട്ട് നമുക്ക് കൽപ്പിക്കാവുന്നത് ഈ നിനവേ പട്ടണമാണ്. സെന്നാകരീബ് എന്ന് പറയുന്ന രാജാവ് ഭരിക്കുമ്പോൾ താനാണ് ഏറ്റവും മഹാനായ രാജാവെന്ന് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നത് അത് 3 ദിവസത്തെ വഴി നടക്കാനുണ്ടായിരുന്നുവെന്നും 1,20,000 പേർ അവിടെ വസിക്കുന്നുണ്ടായിരുന്നുവെന്നാണ്. ഇപ്പോൾ നമ്മൾ എറണാകുളത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 ദിവസത്തെ വഴി പോലും നടക്കാനില്ല. അപ്പോൾ അതിനേക്കാൾ വലിയ പട്ടണം അന്ന് നിലനിന്നിരുന്നു. എന്തുകൊണ്ടാണ് പ്രവാചകൻ അവിടെ പോയി പ്രസംഗിക്കാതിരുന്നത്? എന്താണ് വൈകാരികമായി പ്രവാചകനുള്ള ബുദ്ധിമുട്ട്? ഇത് നിനവേ എന്ന് പറയുന്നത് അസീറിയക്കാരുടെ തലസ്ഥാന നഗരമാണ്. അസീറിയക്കാർ ഹെബ്രായരെ പിടിച്ചുകൊണ്ട് പോവുകയും അവരോട് ക്രൂരമായി വർത്തിക്കുകയും ചെയ്തവരാണ്. ചെവി ഛേദിച്ച് കളയുക, നാവ് പിഴുതെടുക്കുക, ക്രൂരമായ വന്ധ്യംകരണത്തിന് വിധേയമാക്കുക, ഇങ്ങനെയൊക്കെ അസീറിയൻ പ്രവാസകാലത്ത് ഹെബ്രായ ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പുസ്തകം എഴുതുമ്പോഴേക്കും ഈ പ്രവാസകാലം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ നിനവേ പോകാൻ താല്പര്യമില്ലാത്ത വിധം യോനാ പ്രവാചകൻ താർസിസിലേക്ക് ഓടിക്കളയുന്നത്. താർസിസിലേക്കുള്ള ഈ യാത്ര പ്രവാചകൻ കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒരു വീഴ്ചയോ അല്ലെങ്കിൽ വന്നുപോയ ഒരു തെറ്റോ അല്ല. കരുതിക്കൂട്ടി ദൈവസന്നിധിയിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഹെബ്രായ ജനതയ്ക്ക് കടൽ അത്ര പരിചിതമായ ഒന്നല്ല. ഒരു പ്രാവശ്യം കടൽ കടക്കേണ്ടി വന്നപ്പോൾ അവരെ ദൈവം കാൽ നനയാതെ കടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് പോലും പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി, ദൈവസന്നിധിയിൽ നിന്ന് അകലാൻ വേണ്ടി ഈ ഒരു കപ്പൽ യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. യോനായുടെ അനുസരണക്കേടിന് വിധേയനായ ദൈവം ഈ കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. വലിയ കാറ്റ് അയക്കുന്നു. വലിയ കാറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് കാര്യങ്ങളെ വലുത് എന്ന് എടുത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. വലിയ പട്ടണം, വലിയ കാറ്റ്, വലിയ മത്സ്യം, വലിയ അനുതാപം അല്ലെങ്കിൽ വലിയ സന്തോഷം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളെയും വലുതായിട്ട് ചിത്രീകരിക്കുവാൻ ഈ പുസ്തകം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ വലിയ കാറ്റ് വരുമ്പോൾ കപ്പൽ ആടിയുലയുകയും തങ്ങളുടെ നിയന്ത്രണത്തിന് നിൽക്കാത്ത വിധത്തിലാവുകയും ചെയ്യുന്നു. ഉടനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നക്കാരനും ഉണ്ടാകും എന്ന രീതിയിൽ അവർ ഈ ആളെ അന്വേഷിക്കുകയാണ്. ആര് കാരണമായിരിക്കും ഇത് സംഭവിച്ചത്? യോനായെക്കുറിച്ച് പറയുന്നത് യോന കപ്പലിൽ പ്രവേശിച്ച് അതിൻ്റെ ഉള്ളറയിൽ കിടന്ന്
ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. അത്രമാത്രം നിഷ്ക്രിയത്വമാണ് യോന. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുമ്പോൾ തൻ്റെ ഹിതാനുവർത്തിയായി തീരേണ്ട യോന ഏറ്റവും നിഷ്ക്രിയനായി ഉറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കപ്പിത്താൻ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്? കപ്പിത്താൻ നമുക്കറിയാം വിജാതീയനായ ഒരു ആളാണ്. അദ്ദേഹം പറയുകയാണ്, നീ നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവഹിതം അനുവർത്തിക്കലാണല്ലോ പ്രാർത്ഥന. അപ്പോൾ ഈ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന യോനായോട് കപ്പിത്താൻ വന്നിട്ട് പറയുകയാണ്, നീ നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രവാചകൻ ഇവിടെ ഏതാണ്ട് തരം താഴ്ത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. പിന്നീട് അവർ ചരക്കുകളെല്ലാം എടുത്ത് പുറത്തു കളയുന്നു. ഈ കാറ്റ് എങ്ങനെയെങ്കിലും ശമിക്കണം. ദൈവികമായ ഒരു പ്രശ്നത്തിന് മാനുഷികമായ പരിഹാരങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. അവസാനം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ കപ്പലിലുള്ളവർ യോനായോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഈ ചെയ്തത്? യോന തൻ്റെ ദൈവത്തെക്കുറിച്ച് കപ്പലിലുള്ളവരോട് പറയുന്നത് ദൈവത്തെക്കുറിച്ച് ഏറ്റവും മഹത്വമുള്ള വചനങ്ങളാണ് പറയുന്നത്. പക്ഷേ ആ ദൈവത്തെ അനുസരിക്കാൻ യോന കൂട്ടാക്കുന്നതേയില്ല. ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന യോനായോട് കപ്പിത്താൻ വന്നിട്ട് പറയുന്നത് ദൈവം 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 എന്നാണ്. നമ്മളത് പറയാറില്ലേ, പട പേടിച്ച് പന്തളത്തി വന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിയിട്ടാണ്, രാത്രിയിലും പടയാണ്. അതുപോലെ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന യോനായ്ക്ക് വീണ്ടും തിരുത്തലുകൾ ലഭിക്കുകയാണ്. നിന്റെ ദൈവം എന്നുള്ള തിരുത്തലാണ് യോനായ്ക്ക് ഒരു വിജാതീയനിൽ നിന്ന് ലഭിക്കുന്നത്. അവസാനം കഥ നീങ്ങുന്നത് നമുക്കറിയാം. യോനായെ അവർ എടുത്ത് എറിയുന്ന ഭാഗമുണ്ട്. ആ സമയത്തും വിജാതീയരായ ഈ കപ്പലുള്ള വ്യക്തികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രത്യേകം എടുത്തു പറയുന്നു, ദൈവത്തിൻ്റെ ഹിതം എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് അവർ യോനായെ കടലിലേക്ക് എറിയുന്നത്. യോന അങ്ങനെ കടലിലേക്ക് പതിക്കുന്നു. നോക്കൂ, ഇവിടെ യോന ഒരു യാത്രയിലേക്ക് പുറപ്പെടുന്നു. അതിനുശേഷം ഇതൊക്കെ സംഭവിക്കുന്നു. വാസ്തവത്തിൽ ഗ്രന്ഥകാരൻ പറയുന്നത് യോനായുടെ പതനത്തെക്കുറിച്ചാണ്. ഇത് ഒരു പാശ്ചാത്യ എഴുത്തുകാരനായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യോനായുടെ പതനം ഇങ്ങനെയായിരുന്നു എന്ന് എഴുതിയേനെ. പക്ഷേ ഇത് ഒരു പൗരസ്ത്യ എഴുത്തുകാരനാണ്. അയാൾ വാക്കുകൾക്ക് പിന്നിൽ തൻ്റെ ആശയങ്ങളെ ഒളിപ്പിച്ചു വെക്കും. യോന ജോപ്പയിലേക്ക് പോകുന്നു, ജോപ്പയിൽ നിന്ന് കപ്പലിൽ കയറുന്നു, കപ്പലിൽ നിന്ന് ഏറ്റവും ഉള്ളറയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വീണ്ടും കടലിൻ്റെ അഗാധതയിലേക്ക് പോകുന്നത്. ഇത് ഒരു പതനമാണെന്നാണ് ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുക, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുക, അതിന് നിയോഗിക്കപ്പെട്ടവർ, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ അതിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ എപ്പോഴും അതൊരു പതനമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. യോന കടലിലേക്ക് എറിയപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. ഒരു വലിയ മത്സ്യം വന്ന് അദ്ദേഹത്തെ പിന്തുടരുന്നു. ഈ മത്സ്യം ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ പുസ്തകത്തിൽ വാസ്തവത്തിൽ യോന മാത്രമേ ദൈവത്തെ ധിക്കരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം പ്രകൃതി, കാറ്റ്, കടൽ, അതുപോലെ വിജാതീയരായ കപ്പലിലുള്ളവർ, മത്സ്യം, പിന്നീട് ഒരു ചെടി പെട്ടെന്ന് വളരുകയും അതിനുശേഷം ഒരു പുഴുവന്ന് അതിനെ ആക്രമിക്കുകയും, ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് അനുസരിച്ച് തന്നെയാണ് എല്ലാം നടക്കുന്നത്. എന്തിന്? ഇടുന്ന നറുക്ക് പോലും ദൈവം പദ്ധതിയിട്ടതനുസരിച്ചാണ് നീങ്ങുന്നത്. പക്ഷേ യോന മാത്രം ദൈവത്തോട് നിസ്സഹരിക്കുകയും തൻ്റെ നിഷ്ക്രിയത്വം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും അവസാനം ദൈവം യോനായെ നിനവയിലേക്ക് കൊണ്ടുവരികയാണ്. നിനവെ ഒരു മഹാനഗരമായിരുന്നെന്നു എടുത്തു പറയുന്ന ഭാഗം നമ്മൾ ഇന്ന് ഒന്നാമത്തെ വായനയിൽ കേട്ടു. അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത് 3 ദിവസത്തെ വഴി നടക്കാനുണ്ടായിരുന്നു എന്നാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് യോന 1 ദിവസത്തെ വഴി മാത്രം നടന്നു. അത്രയും നിരുന്മേഷകമായിട്ട്, അത്രയും താല്പര്യക്കുറയോടെയാണ് ഈ യോന പ്രവാചകൻ ദൈവത്തിൻ്റെ തിരുവിഷ്ടം, ദൈവത്തിൻ്റെ ഇംഗിതം നിറവേറ്റുന്നത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം യാതൊരു താല്പര്യവുമില്ലാതെ 1 ദിവസത്തെ വഴി മാത്രം നടന്ന് ഭാഷയിൽ 5 വാക്ക് മാത്രം പറഞ്ഞാണ് യോന നിറവേറ്റുന്നത്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ 5 വാക്കുകൊണ്ട്, ഈ വെറും 1 ദിവസത്തെ വഴി മാത്രം നടന്നപ്പോൾ ജനം അത് ഏറ്റെടുക്കുകയും അവർ ഉപവാസമനുഷ്ഠിക്കുകയും രാജാവ് അത് കേൾക്കുകയും രാജാവും ഉപവാസത്തിലേക്ക് നീങ്ങുകയും അവിടെയുള്ള കന്നുകാലികളും ആടുമാടുകളും ഒക്കെ ഉപവസിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യോന ദൈവത്തെ ധിക്കരിക്കുമ്പോഴും ചെറിയ
ഒരു പ്രഭാഷണം കൊണ്ട്, ഉദാസീനമായി നടത്തിയ ഒരു പ്രഭാഷണം കൊണ്ട് ഒരു വലിയ ജനത ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്യുകയാണ്. യോന തൻ്റെ വൈകാരികതയിൽ കുടുങ്ങുകയും തൻ്റെ ദേശത്തിനു വേണ്ടി ചിന്തിക്കുകയും മറ്റ് രാജ്യത്തിലുള്ളവരെ ശത്രുക്കളായി കാണുകയും തനിക്ക് വേദന തന്നവരെ, തൻ്റെ ജനത്തെ പീഡിപ്പിച്ചവരെ ശത്രുക്കളായി കാണുകയും അവർക്കൊരിക്കലും ദൈവത്തിൻ്റെ കരുണ ലഭിക്കരുതെന്ന് ആശിക്കുകയും ചെയ്തു. പക്ഷേ ദൈവമാകട്ടെ ഇതിന് നേർവിപരീതമായി ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ കാണുന്ന ദൈവം താൻ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ജനതയ്ക്ക് കൂടി തൻ്റെ കരുണ കൊടുക്കുകയാണ്. ദൈവം എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന സർവാശ്ലേഷിയായ കരുണയുള്ള പിതാവാണെന്ന് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് യോനായുടേത്. യോനാ പ്രവാചകൻ തൻ്റെ ദൈവനിയോഗം മറന്ന് തൻ്റെ ദേശത്തെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ വൈകാരികമായ മുറിവുകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ചുരുങ്ങിപ്പോകുമ്പോൾ ദൈവം സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയും എല്ലാറ്റിനെയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന സർവാശ്ലേഷിയായ താൻ കരുണ എല്ലാവരോടും കാണിക്കുന്നുവെന്ന് യോനാ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. യോനാ പ്രവാചകനോട് ചോദിക്കുന്നത്, നിനക്ക് ഒരു ചെടിയോട് തോന്നുന്ന അനുകമ്പകൾ കൂടുതലല്ലേ എനിക്ക് 1,20,000 പേർ വസിക്കുന്ന ഈ മഹാനഗരത്തോടുള്ളത് എന്ന് തിരികെ ചോദിക്കുകയും അങ്ങനെ യോനായെ നിശബ്ദനാക്കിക്കൊണ്ടാണ് ദൈവം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് ചില കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനും ഒരുപാട് കാരണങ്ങൾ കാണും. വൈകാരികമായ കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഒക്കെ. പക്ഷേ ദൈവികമായ നിയോഗമാണ് മനുഷ്യൻ്റെ കാരണങ്ങളെക്കാൾ വലുത്. ദൈവികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ നിരത്തുന്ന ന്യായവാദങ്ങളിലേക്കാൾ വലുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ